കേരളത്തിലെ സമ്പദ്ഘടനയുടെ തകർച്ചയ്ക്ക് 90% ഉത്തരവാദി പിണറായി വിജയനാണെന്ന് രമേശ് ചെന്നിത്തല MLA. പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി സാമ്പത്തിക കാര്യ വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് എഴുതിയ കേരള സമ്പദ്ഘടന നിഴലും വെളിച്ചവും ചർച്ചാ സമ്മേളനം പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടം വാങ്ങിക്കൂട്ടി നേരത്തെ വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുക്കുന്ന സർക്കാരിന് അധിക നാൾ പ്രവർത്തിക്കാനാവില്ല. കേരള ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റിംഗ് മാനേജ്മെന്റ് നിയമം ലംഘിച്ച് കടം വാരിക്കൂട്ടിയ സർക്കാർ റവന്യൂ വരുമാനത്തിലും നികുതി പിരിവിലും അലംഭാവം കാണിച്ചു. കേരളത്തെ കടക്കിണിയിലാക്കി. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യുവാക്കളുടെ കൂട്ട പലായനമാണ്. യുവാക്കൾക്ക് വേണ്ടത് തൊഴിലോ സ്വയം തൊഴിൽ ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യവും പിന്തുണയുമാണ്. ഇത് രണ്ടും കേരളത്തിൽ കാണാനില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ പിരിക്കേണ്ട ടാക്സ് നമ്മൾ ഇപ്പോഴും വാറ്റിൽ നിൽക്കുകയാണ്. വാറ്റുണ്ടായിരുന്ന കാലഘട്ടത്തിലെ നികുതി രീതിയാണ് ഇപ്പോഴും കേരളം അവലംബിക്കുന്നത്. GST വന്നപ്പോൾ ആ GSTക്ക് അനുസൃതമായ നികുതി പിരിവ് ഘടന ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നികുതി പരിഷ്കരണം വരുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. റീസ്ട്രക്ചറിംഗ് ഓഫ് ദ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് നോട്ട് ബീൻ ടേക്കൻ പ്ലേസ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നികുതി പിരിവിൽ നമ്മൾ പുറകോട്ട് പോകുന്നു. ഐസക് ഏറ്റവും കുറ്റകരമായ ഒരു തെറ്റ് ചെയ്തത് ധനകാര്യമന്ത്രിയാണ്. ടാക്സ് പിരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. അദ്ദേഹം വാരിക്കോരി കടമെടുത്ത് കിഫ്ബിയിലൂടെയും മറ്റു മേഖലകളിലും കടമെടുത്ത് ചെലവഴിച്ചു എന്നുള്ളതല്ലാതെ. പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പഴകുളം മധു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ രാജീവൻ, ഡോക്ടർ പ്രിയേഷ്, DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ നടക്കൽ ശശി, KC രാജൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.